തിരുവചന പ്രദീപത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഒരു കർത്തൃദിവസം കൂടെ ആരാധനയ്ക്കായി ദൈവം ദാനമായി നൽകിയല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വചനം 5-ാം സങ്കീർത്തനം 9-ാം വാക്യമാണ്. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണിത്. ആരാധിക്കുവാനുള്ള യോഗ്യതയും ആരാധിക്കേണ്ട വിധവും ഇവിടെ നാം കാണുന്നു. ദൈവകൃപയുടെ ബഹുത്വമാണ് നമുക്ക് ആരാധിക്കുവാനുള്ള യോഗ്യത നേടിത്തന്നത്. അതിന് കാരണം 10-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നു. അവരുടെ അകൃത്യങ്ങളുടെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ. അകൃത്യങ്ങളുടെ ബഹുത്വം നിമിത്തം നാം ദൈവസന്നിധിയിൽ നിന്നും തള്ളപ്പെടേണ്ടവരാണ്. ദൈവം ഒരുവനെ തള്ളിക്കളഞ്ഞാൽ പിന്നെ ആരും അവനെ കൈക്കൊള്ളുവാൻ കാണുകയില്ല. ആര് കൈക്കൊണ്ടാലും കാര്യമില്ല. നമ്മുടെ അവസ്ഥയും ഇത് തന്നെയായിരുന്നു. അകൃത്യങ്ങൾ നിമിത്തം നാം തള്ളപ്പെട്ടിരുന്നു. നമ്മുടെ സ്ഥാനം അതിക്രമക്കാരും പാപികളും ചെന്നു ചേരുന്ന നിത്യ നരകം തന്നെയായിരുന്നു. എന്നാൽ ദൈവകൃപയുടെ ബഹുത്വമാണ് നാം രക്ഷിക്കപ്പെടുവാനിടയായത്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. പ്രവർത്തിക്കുന്നവർക്ക് കൂലി കണക്കിടുന്നത് കടമായിട്ടാണ്. വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ്, അത് കൊടുത്തേ മതിയാകൂ. ജോലി ചെയ്തിട്ട് ശമ്പളം കൊടുക്കുമ്പോൾ ആരും ഇത് ദാനമായിരുന്നോട്ടെ എന്ന് പറയാറില്ല. നാം പ്രവർത്തിച്ചതിന് തക്കതായിരിക്കുന്ന പ്രതിഫലം ലഭിക്കുന്നു. എന്നാൽ രക്ഷയ്ക്കു വേണ്ടി ദൈവഭാഗത്തു നിന്നും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മുടെ ഭാഗത്ത് നാം ഒരു പ്രവൃത്തിയും ചെയ്യാതെ വണ്ണം ദൈവം കൃപയാൽ നമുക്ക് സൗജന്യമായി രക്ഷ നൽകുന്നു. ദൈവം നമുക്ക് നൽകുന്ന രക്ഷയെ ഇരു കൈകളും നീട്ടി വിശ്വാസത്താൽ സ്വീകരിക്കുക മാത്രം. അകൃത്യങ്ങൾക്ക് പരിഹാരം ലഭിച്ചവരാണ് ആരാധിക്കേണ്ടത്. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തുമെന്ന് ദാവീദ് പറയുന്നു. അകൃത്യങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണ്. അത് ഭാരമുള്ള ചുമടുപോലെ അതിഘനമായിരിക്കും. അകൃത്യം ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അകൃത്യ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കും എന്ന് 39-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും? അകൃത്യങ്ങൾക്ക് പരിഹാരം ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ നിലനിൽപ്പാൻ കഴിയൂ. ദാവീദ് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അതുവരെ ദൈവത്തിൻ്റെ കൈ അവൻ്റെ മേൽ ഭാരമായിരുന്നു. അവൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയിരുന്നു. പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞപ്പോൾ അവൻ സ്വതന്ത്രനായി തീർന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ ഭാഗ്യാവസ്ഥയിലേക്ക് കടന്നു വന്നു. ഇനി പ്രാർത്ഥിക്കുന്നതിനും ആരാധിക്കുന്നതിനും തടസ്സമില്ല. ദൈവം നമ്മുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ നമ്മെ ശിക്ഷിക്കേണ്ടതിന് പകരം തൻ്റെ ഏകജാതനായ പുത്രനെ ശിക്ഷിച്ചു. കാൽവറിക്കുന്നിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതാണ്. അകൃത്യങ്ങൾ നിമിത്തം ദണ്ഡനങ്ങളാൽ കർത്താവ് നമുക്ക് പകരമായി ശിക്ഷിക്കപ്പെട്ടു. അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിച്ചു. കണ്ടാൽ ആളാണ് എന്ന് തോന്നാത്ത വിധം നമ്മുടെ കർത്താവ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സർവാംഗ സുന്ദരനായിരുന്നു നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ കർത്താവ് അനുഭവിച്ചു. ഇത് വിശ്വസിച്ച് അംഗീകരിക്കുന്നവർക്ക് ആ കൃപയുടെ ബഹുത്വത്താൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. ദൈവകൃപയുടെ വലിപ്പം അത്ര ശ്രേഷ്ഠമാണ്. അതിക്രമങ്ങളുടെ ബഹുത്വ നിമിത്തം ദൈവസന്നിധിയിൽ തള്ളപ്പെട്ടിരുന്ന നമ്മെ ദൈവകൃപയാൽ രക്ഷിച്ചു. ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധ ജനമാക്കി, രാജകീയ പുരോഹിത വർഗമാക്കി നമ്മെ തീർത്തു. ആ ദൈവകൃപയുടെ വലിപ്പം മനസ്സിലാക്കി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുവാനും ദൈവത്തിനെല്ലാം മഹത്വമർപ്പിക്കുവാനും ദൈവം കൃപ ചെയ്യട്ടെ. ആ ദൈവകൃപയുടെ ആ ശ്രേഷ്ഠത നമുക്ക് ഇന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തെ ആരാധിക്കാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, നീ അകൃത്യ നിമിത്തം മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഞങ്ങളായിരുന്നു അകൃത്യ നിമിത്തം ശിക്ഷിക്കപ്പെടേണ്ടവർ. എന്നാൽ കർത്താവ് ഞങ്ങളുടെ ശിക്ഷ അവിടുന്ന് ഏറ്റെടുത്തു. അവിടുന്ന് സർവാംഗ സുന്ദരനായിരുന്നു. എന്നാൽ
ഞങ്ങൾ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ട കർത്താവിനെയാണ് ക്രൂശിൽ കാണുന്നത്. അവിടെ ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തിയത് കൊണ്ട് സ്തോത്രം. ഞങ്ങളെ രക്ഷിച്ചത് കൊണ്ട് സ്തോത്രം. ആ കൃപയുടെ മഹത്വം ഞങ്ങൾ മനസ്സിലാക്കുന്നു, ആ കൃപയുടെ ബഹുത്വം ഞങ്ങൾ ദർശിക്കുന്നു. കർത്താവെ, അവിടെ ഞങ്ങളെ രക്ഷിച്ചത് കൊണ്ട് സ്തോത്രം. സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും ആരാധനയും അങ്ങേ തൃപാദത്തിൽ അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.